ചെറിയ പെരുന്നാളിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ സംയുക്ത ഈദ്ഗാഹിന് പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 15 വർഷമായി നടന്നുവരുന്ന പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് പ്രഭാഷകനും അധ്യാപകനും KNM ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അഷ്റഫ് ചെട്ടിപ്പടി നേതൃത്വം നൽകും. 10,000-ലേറെ ആളുകൾക്ക് നമസ്കരിക്കാവുന്ന തരത്തിലാണ് ഈദ്ഗാഹ് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സൗകര്യമുണ്ടാകും. ഭിന്നശേഷിക്കാർക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പ്രധാന റോഡിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് ചമ്പ്രവട്ടം ജംഗ്ഷൻ, ചന്തപ്പടി, ചാണ മേഖലകളിൽ നിന്ന് വരുന്നവർ ഈദ്ഗാഹിലേക്ക് കർമ്മ റോഡിലൂടെയാണ് എത്തേണ്ടത്. ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്ന് വരുന്നവരും പൊന്നാനി അങ്ങാടിയിലുള്ളവരും കോടതിപ്പടിയിലൂടെ ഈദ്ഗാഹിലേക്ക് എത്തേണ്ടതാണ്. ഈദ്ഗാഹിലെത്തുന്നവർ അംഗശുദ്ധി വരുത്തി നമസ്കരിക്കാനുള്ള മുസല്ലയുമായാണ് എത്തേണ്ടത്. കൂടുതൽ ആളുകൾ ഈ ഈദ്ഗാഹ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് റംസാൻ തുടങ്ങിയ തന്നെ പല ഗൾഫ് നാടുകളിൽ നിന്നും വിളി വരും, പ്രാവശ്യം ഈദ്ഗാഹില്ലേ എന്നത്. കുറെ ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് അതിൽ വിഷമമുണ്ട്. എങ്കിലും കൂടുതൽ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈദ്ഗാഹിന് വരുന്ന ആൾക്കാർ പൊതെടുത്ത് മുസല്ലമായി വരിക. പേപ്പറും ന്യൂസ് പേപ്പർ മുതലായ സാധനങ്ങളും നമ്മൾ ഈദ്ഗാഹിൽ അനുവദിക്കുന്നത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് പെരുന്നാൾ ദിവസം. ആ രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊന്നാനിയിലെ എല്ലാവരും ഒത്തുചേർന്ന് നമുക്കും പൊന്നാനിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി നമസ്കരിച്ച് ആലിംഗനം ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന ഒരു സംയുക്ത ഈദ്ഗാഹ് അതിനുവേണ്ടി ആലോചിക്കുകയും 15 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് വളരെ ഭംഗിയായി ഈ വർഷവും പെരുന്നാൾ ദിവസം നമ്മൾ സംയുക്ത ഈദ്ഗാഹ് നടക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സേവനം നിർവഹിച്ച പൊന്നാനിയിൽ ഒരുപാട് കാലം വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയ ബഹുമാന്യനായ പണ്ഡിതനായ അഷ്റഫ് ചെട്ടിപ്പടി അവറുകളാണ് ഇപ്രാവശ്യം ജുമാക്കും ഖുതുബക്കും നേതൃത്വം നൽകുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും, പൊന്നാനിയിലെ എല്ലാ ആളുകളെയും ഈ മഹത്തായ ആരാധനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയും ഊഷ്മളമായ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും എല്ലാവരെയും ഈദ്ഗാഹിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. കടലാസ്, പ്ലാസ്റ്റിക് എന്നിവ ഒരു കാരണവശാലും മൈതാനത്ത് അനുവദിക്കുന്നതല്ലെന്ന് സംഘാടകരായ സി അബു സാലിഹ്, അബ്ദുറഹിമാൻ ഫാറൂഖി, KS മുഹമ്മദ് ഇസ്മായിൽ, വി ബഷീർ എന്നിവർ അറിയിച്ചു.